നമ്മുടെ ബജറ്റ് എന്താണ് മുഖ്യമായി പറഞ്ഞത്? നാം വികസനം പറഞ്ഞു, നാം വികസനമുണ്ടാക്കി. നാം ക്ഷേമം പറഞ്ഞു, നാം ക്ഷേമമുണ്ടാക്കി. നാം വീണ്ടും പറഞ്ഞു വളർച്ചയുടെ മാർഗത്തിൽ നാം അതുകൊണ്ട് ആ പാതയെ മുറുകെ പിടിക്കും. എന്തൊരു മാറ്റമുണ്ടായി കേരളത്തിൽ! മാറ്റമുണ്ടാക്കി ഇടതുപക്ഷമാണ്. 57 ആരംഭിച്ച ജൈത്രയാത്രയാണത്. ആ യാത്ര തുടരുകയാണ് എപ്പോഴും. ഇടതുപക്ഷം ഭരിക്കുമ്പോഴെല്ലാം നാം നെഞ്ചിൽ ചേർത്ത് വെച്ചത് ആരെയാണ്? ജനങ്ങളെയാണ്, അവരുടെ എല്ലാം മൗലിക അവകാശങ്ങളെയാണ്. അതിൽ ഭക്ഷണമുണ്ട്, പാർപ്പിടമുണ്ട്, വസ്ത്രമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അതിനൊന്നാം സ്ഥാനം നാം കൊടുത്തതുമെന്ന കാര്യവും എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. നാം ഓർക്കുന്നത് മഹാത്മാഗാന്ധിയെയാണ്. അവർക്കറിയില്ല കോൺഗ്രസ്സുകാർക്ക് മഹാത്മാഗാന്ധിയെ. ഇപ്പോൾ മഹാത്മാഗാന്ധിയെ കോൺഗ്രസ്സുകാർക്ക് അറിയില്ലെങ്കിലും മഹാത്മാഗാന്ധിയെ BJP-ക്കാർക്കറിയാം. അതുകൊണ്ട് BJP കിട്ടിയ അവസരത്തിലെല്ലാം മഹാത്മാഗാന്ധിയെ വീണ്ടും ഇല്ലാതാക്കാൻ നോക്കുകയാണ്. നെഹ്റു അവർക്ക് പണ്ട് പുറത്തവനാണ്, വെറുക്കപ്പെട്ടവൻ. മഹാത്മാഗാന്ധിയെ അവരിപ്പോൾ പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഐതിഹാസികമായ പദ്ധതിയായിരുന്നു നാടിൻ്റെ തൊഴിൽദാന പദ്ധതി, NREG. അതിൻ്റെ പേര് മഹാത്മാഗാന്ധിയുടെ പേരായിരുന്നു. എല്ലാ ഗ്രാമങ്ങളിലുമുള്ള പാവങ്ങൾക്ക് അത് ജീവിതം കൊടുത്തു. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ NREG പദ്ധതി, മഹാത്മാഗാന്ധി പദ്ധതി വെളിച്ചം കൊളുത്തി വെച്ചു. നിശ്ചിത ദിവസങ്ങൾ നിശ്ചിതമായ കൂലിയുമായി എല്ലാ പാവങ്ങൾക്കും പണി കിട്ടുമെന്ന് പറഞ്ഞു ആ പദ്ധതി. അത് വെറുതെ കൊണ്ടായി വന്നല്ല. UPA 1 കാലം നാം മറക്കുന്നില്ല. അന്ന് ആ ഗവൺമെൻറ്റിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് നിർണായകമായ സ്വാധീനമുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമില്ല കോൺഗ്രസ്സിന്. അപ്പുറത്ത് BJP ഭരിക്കാൻ കാത്തു നിൽക്കുന്നു. ആ BJP തടഞ്ഞേ തീരൂ. അതുകൊണ്ട് ഇടതുപക്ഷം പറഞ്ഞു, BJP തടയുവാൻ വേണ്ടി ഞങ്ങൾ കോൺഗ്രസിനെ പിന്താങ്ങാം. പക്ഷെ പിന്താങ്ങുമ്പോൾ ആ പിന്താങ്ങൽ നിരുപാധികമല്ല, ഉപാധിയുണ്ട്. അതാണ് ഒന്നായി നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ആ ഉപാധി ഒന്നാമത്തതായിരുന്നു ഈ പറയുന്ന മഹാത്മാഗാന്ധി തൊഴിൽദാന പദ്ധതി. മറ്റൊന്ന് വനാവകാശ ദൈവമായിരുന്നു, വേറൊന്ന് വിവരാവകാശ ദൈവമായിരുന്നു. അതൊന്നും വെറുതെ ഉണ്ടായതല്ല. അതെല്ലാം ഉണ്ടായത് ഇടതുപക്ഷത്തിലെത്തിയ ആ സ്വാധീനം കൊണ്ടായിരുന്നു, ആ പിന്തുണ കൊണ്ടായിരുന്നു. അത് വന്നു, നടപ്പിലാക്കപ്പെട്ടു. ഇപ്പോഴതാ BJP അതിനെ തകടം പറിച്ചിരിക്കുന്നു. 100 പിച്ചിച്ചീന്തി BJP അതിനെ കാറ്റിൽ പറത്തിയിരിക്കുന്നു. അവർ പകരം പറയുന്നത് BVG, RIMG, റാംജി എന്നും പറയും അവർ. ഏത് റാമാണ് BJP-യുടെ റാം? ആ ചോദ്യം വീണ്ടും ചോദിക്കാം. ഈ റാം ഏതാണ്? BJP സ്ഥാനത്തും അത്തരത്തും പറയുന്നത് ഈ റാം ഏതാണ്? ആ റാം മഹാത്മാഗാന്ധി പറഞ്ഞ റാമാണോ അതോ ഗോഡ്സെ പറഞ്ഞ റാമാണോ? റാം 2 തരമുണ്ട്. ശ്രീരാമൻ 2 ഇപ്പോൾ. ഒന്ന് മഹാത്മാഗാന്ധിയുടെ രാമനായിരുന്നു. ആ രാമൻ അല്ല BJP-യുടെ രാമൻ. ഗോഡ്സെക്ക് രാമനുണ്ടായിരുന്നു. അതാണ് BJP രാമൻ. ആ രാമന് വേണ്ടിയാണ് 48 ജനുവരി മാസം 30 ആ ഘാതകൻ, വർഗീയ ഭദ്രയ ഘാതകൻ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് വീഴ്ത്തിയത്. മരണത്തിൻ്റെ വേളയിൽ ആത്മാവാകുന്ന പക്ഷി, വിശ്വാസികളുടെ ഭാഷ ഞാൻ പറയുകയാണ്, ആത്മാവാകുന്ന പക്ഷി ശരീരമാകുന്ന കൂട് വിട്ട് പറന്തകലുന്ന വേളയാണ് അത്രേ മരണം. ആ സമയത്ത് എല്ലാവരും ഭാര്യയെപ്പറ്റി ഓർക്കും, ആ പേര് വിളിക്കും. അച്ഛനെ അമ്മയെപ്പറ്റി ഓർക്കും, ആ പേര് വിളിക്കും. ഭർത്താവിനെ ഓർക്കും, പേര് വിളിക്കും. മക്കളെ ഓർക്കും. മഹാത്മാഗാന്ധി പക്ഷേ അതൊന്നുമല്ല വിളിച്ചത്. മഹാത്മാഗാന്ധി പറഞ്ഞത് രാമനെ പറ്റിയായിരുന്നു. മരിക്കുമ്പോഴും ഗാന്ധിജി പറഞ്ഞത് രാമനെ കാര്യമായി, രാം ഹേ രാം ഹേ രാം. ഇതാണ് ഗാന്ധിജി. മരിക്കുമ്പോഴും പ്രാണൻ വെടിയുമ്പോഴും മറ്റാരേക്കാളും വലുതായിട്ട് ശ്രീരാമനെ കണ്ട ഗാന്ധിജിയെ ഇന്ത്യക്കറിയാം. ആ ഗാന്ധിജിയെ വിളിച്ചുകൊണ്ട് മരിച്ച, ആ രാമനെ വിളിച്ചുകൊണ്ട് മരിച്ച ഗാന്ധിജിയെ പറ്റി നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. പക്ഷെ ആ ഗാന്ധിജിയെ BJP-ക്ക് അറിയില്ല. BJP-ക്ക് അറിയുന്നത് ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ പറഞ്ഞ രാമനെ മാത്രമാണ്. ആ രാമൻ്റെ യഥാർത്ഥ മുഖം നമുക്കറിയാം. അത് യഥാർത്ഥമായ വാൽമീകി രാമനല്ല. വാൽമീകി രാമൻ തനിക്ക് അവകാശപ്പെട്ട ചെങ്കോലും കിരീടവും അധികാരവുമെല്ലാം വലിച്ചെറിഞ്ഞവനാണ്. എന്നിട്ട് സർവസംഘ പരിത്യാഗിയായി കാറ്റിൽ ജീവിക്കാൻ പോയവനാണ്. 1 2 കൊല്ലമല്ല,
14 കൊല്ലക്കാലം ആ രാമൻ കാട്ടിൽ ജീവിക്കാൻ വേണ്ടി പോയി. അതെല്ലാം ഇന്ത്യ മറന്നു പോകുന്നില്ല. രാമൻ പുറപ്പെടുമ്പോൾ സീതയും പുറപ്പെട്ടു അത്രേ. പുരാണങ്ങൾ പറയുകയാണ്, എൻ ആര്യപുത്രൻ വനത്തിന് പോയാൽ പിന്നെ പുരീവാസമെന്തിന് വേണ്ടി, നിന്നോട് കൂടിയിട്ട് പോരുന്നു ഞാനുമെന്ന് പറഞ്ഞു അത്രേ സീത. അപ്പോൾ വാൽമീകി രാമൻ പറഞ്ഞു, വാൽമീകി രാമനാണ് കേട്ടോ, BJP രാമനല്ല. ആ രാമൻ പറഞ്ഞു, വൈദേഹി പോരേണ്ട ബാലേ, പൈദാഹ ശാന്തിക്ക് ഉപായങ്ങളില്ല. ഹാ ദേവി, കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ, പാദരക്ഷയ്ക്ക് ഉപായങ്ങളില്ല, അതുകൊണ്ട് നീ വരണ്ട എന്ന് പറഞ്ഞു. സീത പക്ഷേ പുറപ്പെട്ടു. എവിടെയാണോ ഭർത്താവ് അവിടെയാകണം ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട്. ഒരു ഭാഗത്ത് ഭാര്യ, ഈ ഭാഗത്ത് അനിയൻ. ആ യാത്ര പുറപ്പെട്ടപ്പോൾ ആ തേര് തെളിച്ച തേരാളിയായ സുമന്ത്രനോട് ശ്രീരാമൻ പറഞ്ഞു, ഞാൻ വീണ്ടും പറയട്ടെ, വാൽമീകി രാമൻ പറഞ്ഞു, BJP രാമനല്ല, സുമന്ത്രനെ തേർ നിർത്തുക. എനിക്കെന്തിനാണ് മിന്നിത്തിളങ്ങുന്ന പട്ടുവസ്ത്രങ്ങൾ? ഈ രത്നങ്ങളും വൈരങ്ങളും പതിച്ച വളകളും മോതിരങ്ങളും എല്ലാം എനിക്കെന്തിനാണ്? ഞാനിതാ ഇതെല്ലാം അഴിച്ച് തേർത്തടത്തിൽ വയ്ക്കുന്നു. മഹർഷിമാരുടെ മരവുരി എവിടെ? ആ മരവുരിയും ധരിച്ച് ഭാര്യയുടെ അനുജന്റെ കൈപിടിച്ചുകൊണ്ട് സരയൂ നീന്തി കിടന്നു പോയ രാമനെ ഇന്ത്യക്കറിയാം. അതാണ് വാൽമീകി രാമൻ. ആ രാമൻ സർവസംഘ പരിത്യാഗിയാണ്. പക്ഷേ BJP രാമനോ? BJP രാമൻ പറഞ്ഞു, ഇത്രയുമേറെ പഴക്കമുള്ള 400 കൊല്ലം പഴക്കമുള്ള ആ പള്ളി എവിടെയാണോ അവിടെ തന്നെ വേണം എനിക്കായി ഒരു അമ്പലം. അതുകൊണ്ട് ആ പള്ളി പൊളിച്ചു മാറ്റിയിട്ട് അതേ സ്ഥാനത്ത് അതേ രൂപത്തിൽ എനിക്കായി അമ്പലം പണിയാൻ കൽപ്പിച്ച രാമനെ ഇന്ത്യക്കറിയില്ല. ആ രാമൻ BJP രാമനാണ്. ആ രാമൻ വാൽമീകി രാമനല്ല. ആ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ RM എന്ന് പറയുന്ന രാം എന്ന് പറയുമ്പോൾ ഈ ചോദ്യം ഉണ്ടാവുക, ഏത് രാമനാണ്? വാൽമീകി രാമനോ, അതോ ഗാന്ധിജിയുടെ രാമനോ, അതോ ഗോഡ്സെ രാമനോ? ഗോഡ്സെ നമുക്കറിയാമല്ലോ, മഹാത്മാഗാന്ധിയുടെ വധക്കേസിൽ ഗോഡ്സെ വിചാരണ ചെയ്യപ്പെട്ടു. ആ പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് ഗോഡ്സെ അന്ന് പറഞ്ഞു അത്രേ, ഗോഡ്സെക്ക് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ഇളകാത്ത മനസ്സുമായി അയാൾ പറഞ്ഞു, മഹാത്മാഗാന്ധിയോട് വ്യക്തിപരമായി എനിക്ക് ഒരു വൈരാഗ്യവുമില്ല. ഐ നോ ദാറ്റ് ഹി വാസ് എ ഗ്രേറ്റ് മാൻ. എനിക്കറിയാം അദ്ദേഹം മഹാനായിരുന്നുവെന്ന്. പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഇന്ത്യയിലെ ഹിന്ദുവിൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുമെന്ന് ഞങ്ങൾ കരുതി. ഞങ്ങൾ ആരാളാ? ഞങ്ങൾ സംഘപരിവാർ, RSS. അവർ കരുതി ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഇന്ത്യയിലെ ഹിന്ദുവിന് കഷ്ടമുണ്ടാക്കുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, ആ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ഗോഡ്സെ പറഞ്ഞു, മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് നിറയൊഴിച്ചത്. അതുകൊണ്ട് വേറെ ആരെയും നിങ്ങൾ അന്വേഷിച്ചു പോകണ്ട, ഞാൻ ആ കുറ്റം വിൽക്കുന്നത് പറഞ്ഞു. ഇതാണ് ഗോഡ്സെ.